ഹലോ. ഒരുപാട് ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? അല്ല, വീഡിയോ ഇട്ടിട്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ? ഇതെല്ലാം ഇന്നത്തെ ഓർഡറുകളാണ് കേട്ടോ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ചില ദിവസങ്ങളൊക്കെ നമുക്ക് മടി പിടിച്ച ദിവസങ്ങളാവൂലേ? അതുപോലെ ഇച്ചിരി മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാനോ എഡിറ്റ് ആക്കാനോ തോന്നാത്ത ദിവസം. ഇങ്ങനെ മടി പിടിച്ചിരുന്ന കാര്യങ്ങൾ വല്ലതും നടക്കുമോ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കണ്ടേ? ഇന്നിപ്പോൾ അൽഹംദുലില്ലാ 6-7 കേക്കുകളും കുറച്ച് ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നോട് പലരും ചോദിക്കണ കാര്യമാണേ, ഈ എങ്ങനെയാ പെണ്ണേ ഇതെല്ലാം ഒറ്റയ്ക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോണേന്ന്, അനക്കൊരു ഹെൽപ്പറെ വെച്ചുകൂടേന്ന്. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരിക്കൽ ചുടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു. എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ കൊടുക്കാനുള്ള ഓർഡേഴ്സ് എല്ലാം കൊടുത്തു തീർത്ത് നാളേക്കുള്ള പർച്ചേസിങ് അങ്ങോട്ട് തുടങ്ങി. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഒന്നാണ് ഈ പർച്ചേസിങ്. എളുപ്പമല്ലാന്നേ. ഓരോ ഐറ്റംസും തേടി പിടിക്കാനേ എത്ര കടകൾ കയറി ഇറങ്ങേണ്ടി വരുന്നുണ്ടെന്നോ. എന്നാലും വർക്കിംഗ് ഡേറ്റ് പറയുമ്പോൾ മുഖം ചുളിക്കുന്നവരെ പലരും. വീട്ടിലിരുന്ന് ഈ ഫോണിലും കുത്തി അഭിപ്രായങ്ങൾ പറയുന്നവർക്ക് ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവുമോ? നല്ല കഷ്ടപ്പാടുണ്ടോ. സത്യമായിട്ടും എളുപ്പമല്ല കേട്ടോ. പക്ഷെ നമ്മുടെ എഫേർട്ടൊക്കെ മനസ്സിലാക്കി കൂടുതൽ ക്യാഷ് ഇട്ട് തരുന്നവരും ഉണ്ട്. അപ്പം നിങ്ങൾ പറയും, വെറുതെ ഒന്നല്ലല്ലോ, പറഞ്ഞ പൈസ അങ്ങോട്ട് തന്നിട്ടല്ലേന്ന്. ഇത് പറഞ്ഞ പൈസ തരാത്തവരോട് പറയണതാ കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ കേക്കും ഗിഫ്റ്റും ഒക്കെ എടുത്ത് ഇറങ്ങിയതാ. വീടണയാനുള്ള ടൈം പോലും കിട്ടിയിട്ടില്ല. ഓരോരുത്തരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ ചെയ്യുന്ന ജോലിയിലേ ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്തിയാലേ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടായി തോന്നില്ലാന്നേ. എല്ലാം നുള്ളിപ്പെറുക്കി വീട്ടിലെത്തുമ്പോഴല്ലേ മക്കൾ നമുക്ക് ഓരോ പണിയും തരിക. സ്കൂൾ വിട്ട് വന്നപ്പോൾ ദാ അവളുടെ കുട്ടിക്കൊരു വയ്യായിക. അതും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി. അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ പകുതിയും ഓരോരുത്തരും കൊണ്ടു കൊടുക്കുന്നതേ ഇതുപോലെ മക്കൾക്കൊരു വയ്യായിക വരുമ്പോഴാവും. രാത്രി ആയില്ലടി, ഈയും കൂടെ വാ എന്ന് പറഞ്ഞാൽ പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റുമോ? നാളേക്കുള്ള ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആണ് കേട്ടോ. പിന്നെ അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് നടക്കും. പണ്ടൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങിയവരാ ഇവളും ഞാനൊക്കെ. ഇപ്പം വീട്ടിലിരിക്കാനേ ടൈം കിട്ടണില്ല. കറങ്ങി നടക്കൊന്നും അല്ല കേട്ടോ. ഇതുപോലെ ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനിന്നൊരു ഡെലിവറിക്ക് പോയപ്പോഴേ എൻ്റെ 2 കുട്ടി ഫോളോവേഴ്സിനെ കണ്ടു കേട്ടോ. ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. സ്കൂൾ വണ്ടി വന്നപ്പോൾ തിരക്കായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. സാരമില്ല, ഇനിയും കാണാലോ. കഥ കേൾക്കണ പോലെ അങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് അല്ലേ? അങ്ങനെ വല്ലാണ്ട് രസിക്കണ്ട കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾക്കൊക്കെ ഞാൻ കർട്ടൻ ഇടാൻ പോവുക. ഇപ്പോൾ സമയം എത്രയായെന്നോ? 9 മണിയൊക്കെ ആയിക്കണു. വീട്ടിൽ പോയിട്ട് നാളേക്കുള്ള വർക്ക് തുടങ്ങട്ടെ. അപ്പം ഇൻഷാല്ലാ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. പിന്നെ പോവല്ലേ. എന്തായാലും നിങ്ങൾ ഇതേ വഴി വന്നു എൻ്റെ വീഡിയോസ് മുഴുവനും ഇരുന്ന് കണ്ടു. ഇനിയിപ്പോൾ ഒരു ലൈക്കോ ഒരു കമൻറ്റോ തന്നാളേ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നാളെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാനേ.